PV അൻവറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ലീഗിന്റെ നിലപാടിലേക്ക് നമ്മൾ പോവുകയാണ്. PMA സലാമിന്റെ പ്രതികരണത്തിലേക്ക്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പ്രശ്നങ്ങൾ പരിഹരിച്ച അൻവർ UDF-മായി സഹകരിക്കുമെന്നാണ് PMA സലാം പറയുന്നത്. ഈ തിരഞ്ഞെടുപ്പിൽ അൻവർ UDF-നൊപ്പം ഉണ്ടാകുമെന്നും PMA സലാം പറയുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്കാണ് ആദ്യം. ഒരു വാർത്താ സമ്മേളനം 9 മണിക്ക് പ്രശ്നങ്ങളൊക്കെ കുറെ പരിഹരിച്ചു എന്നല്ലേ കരുതുന്നത്? പരിഹരിക്കും. ഓക്കെ, അപ്പം അതിന്റെ ഭാഗമായിട്ട് 12 മണിക്ക് വിളിച്ചത്. 12 9 മണിക്ക്. 9 മണിക്ക്. അപ്പം UDF-ന് പിന്തുണ പ്രഖ്യാപിക്കാനാണോ അത്? ആവാനാണ് സാധ്യത. ഓക്കെ, അതോടുകൂടി പ്രശ്നം പരിഹരിച്ചു അല്ലെ? അയാള് പിന്നെ UDF-ന്റെ ഭാഗമായി മാറില്ലേ? അടുത്ത നടപടി എന്ന് പറയുന്നത് തന്നെ നിങ്ങളെല്ലാരും കൂടി ചേർന്നിട്ട് ആളെ അതിന്റെ ഭാഗമാക്കി മാറ്റുക എന്നുള്ളതല്ലേ? അയാൾ ഈ തെരഞ്ഞെടുപ്പിന് UDF-മായി സഹകരിക്കും. ആളുടെ ആവശ്യം എന്ന് പറയുന്നത് UDF ഘടകകക്ഷിയാക്കുക എന്നുള്ളതാണല്ലോ. അതുണ്ടാവും അല്ലെ? അല്ല, അത് പറയാൻ കഴിയില്ല. 9 മണിക്ക് എന്താ പറയുന്നത് നോക്കുക, അതിനനുസരിച്ച് നോക്കാം. എന്തായാലും പരിഹരിക്കുന്നതല്ലേ നമ്മൾ കരുതുന്നത്? അത് പ്രശ്നം പരിഹരിക്കും. അയാൾ UDF-ന്റെ കൂടെ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും. പ്രസാദ് ഉറുമ്പശ്ശേരിയുടെ വിവരങ്ങളുമായി. പ്രസാദ്, തന്റെ രാഷ്ട്രീയ നിലപാടിന് ലീഗിന്റെ പിന്തുണയുണ്ടെന്നായിരുന്നു PV അൻവർ കഴിഞ്ഞ ദിവസം PK കുഞ്ഞാലിക്കുട്ടിയെ കണ്ടതിന് ശേഷം പോലും മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഇപ്പോൾ PMA സലാമിന്റെ വാക്കുകളിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കും? ലക്ഷ്മി, ഈ പ്രശ്നം പരിഹരിക്കും എന്നത് തന്നെയാണ്. കാരണം ഇത് സംബന്ധിച്ചുള്ള ഒരു ഒത്തുതീർപ്പ് ധാരണ കഴിഞ്ഞ ദിവസം ആയിരുന്നു. അതിന് മുൻകൈയെടുത്തത് മുസ്ലിം ലീഗ് തന്നെയാണ്. ഇന്നലെ ഇപ്പോൾ ഈ VD സതീശൻ വ്യക്തമാക്കിയത് PV അൻവർ നിലപാട് വ്യക്തമാക്കിയാൽ ഉടൻ തന്നെ, അതായത് UDF-ന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള നിലപാട് വ്യക്തമാക്കിയാൽ ആ UDF-ന്റെ ഭാഗമായി PV അൻവർ ഉണ്ടാകുമെന്നതായിരുന്നു. അത് അല്പം കടുപ്പിച്ചാണ് VD സതീശൻ പറഞ്ഞത് എന്നുള്ളതാണ്. അതിന് ആശയക്കുഴപ്പം ഉണ്ടാക്കിയിരുന്നു. പക്ഷേ അതിന്റെ കാരണം PV അൻവർ ആര്യാടൻ ഷൗക്കത്തിനെതിരെ നടത്തിയ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം നടത്തിയിട്ടുള്ള പരാമർശങ്ങളാണ്. എന്തായാലും UDF-ന് പിന്തുണ നൽകുക എന്നുള്ളത് തന്നെയാണ് PV അൻവർ തീരുമാനിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ PMA സലാമും അത് വ്യക്തമാക്കുന്നത്, അത് സ്ഥിരീകരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ UDF-ന്റെ ഭാഗമായി PV അൻവർ ഉണ്ടാകും എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിക്കും. നമ്മൾ ഇക്കാര്യം ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു. ഈ പ്രശ്നം, PV അൻവറുമായിട്ടുള്ള പ്രശ്നം UDF ഒത്തുതീർപ്പിലേക്ക് പോവുകയാണ്. അതിന്റെ ധാരണയായിട്ടുണ്ട്. അതിന് മുസ്ലിം ലീഗാണ് നേതൃത്വം നൽകിയത്. തിരുവമ്പാടി സീറ്റ് അവർക്ക് PV അൻവറിന് നൽകാം എന്നത് മുസ്ലിം ലീഗിന് സമ്മതമാണ്. അത്തരം ധാരണകളെല്ലാം തന്നെ സംസാരിച്ചു കഴിഞ്ഞു. പിന്നീടാണ് കോഴിക്കോട് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ ഉൾപ്പെടെയുള്ള KPCC നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം വന്ന് PV അൻവറെ കാണുകയും ആശയവിനിമയം നടത്തുകയും ചെയ്തത്. CLP നേതാവ് CN വിജയകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്നലത്തെ ആ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തിരുന്നു. അതിനുശേഷം UDF-ന്റെ നിലമ്പൂരിലെ യോഗത്തിന് ശേഷം അവിടെ പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും എല്ലാം തന്നെ ഇന്നലെ വൈകുന്നേരം നിലമ്പൂരിൽ അവർ നിയോജക മണ്ഡലം ഓഫീസിൽ നടന്ന യോഗത്തിൽ അവരെല്ലാം പങ്കെടുത്തിരുന്നു. അതിനുശേഷമാണ് VD സതീശൻ നിലപാട് ആദ്യം വ്യക്തമാക്കേണ്ടത് PV അൻവറാണ് എന്നുള്ളത് പറയുന്നത്. ഇതോടുകൂടി ആണ് ഈ ഇതിലേക്ക് നിലപാട് പ്രഖ്യാപനത്തിലേക്ക് PV അൻവർ. പ്രസാദ്, ഇന്നലെ തന്നെ ന്യൂസ് മലയാളം ഈ ഒരു വാർത്ത പുറത്തുവിട്ടതാണ്. പ്രശ്നപരിഹാരത്തിന് ലീഗ് ഇടപെടുന്നു എന്നുള്ളൊരു വാർത്ത പുറത്തുവിട്ടതാണ്. ഇപ്പോൾ PMA സലാമിന്റെ വാക്കുകൾ അനുസരിച്ച് ന്യൂസ് മലയാളം പുറത്തുവിട്ട വാർത്ത ലീഗ് ശരിവെക്കുന്നു അല്ലേ? തീർച്ചയായും. കാരണം അത് തന്നെയാണ് PMA സലാം പറയുന്നത്. പ്രശ്നം പരിഹരിക്കുമെന്ന് തന്നെയാണ്. പിന്നീട് അദ്ദേഹം, നമുക്ക് ആ സംഭാഷണത്തിൽ വ്യക്തമാകും, അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറയട്ടെ, നിലപാട് പറയട്ടെ, എന്നിട്ട് നമുക്ക്, അതായത് അത് അങ്ങനെ പറയുന്നത് PV അൻവർ ആയതുകൊണ്ട് കൂടിയാണ്. കാരണം PV അൻവർ ഏത് സമയവും U-ടേൺ എടുക്കുന്ന ഒരാളാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കഴിഞ്ഞകാല രാഷ്ട്രീയ പ്രവർത്തനങ്ങളും പ്രസ്താവനകളും എല്ലാം തന്നെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് വാർത്താ സമ്മേളനം വരെ നമുക്ക് സസ്പെൻസ് ആണ്. കാരണം വാർത്താ സമ്മേളനത്തിൽ PV അൻവർ എന്ത് പറയുന്നു എന്നുള്ളതാണ്. അവസാന നിമിഷം ഒരു U-ടേണിലേക്ക് PV അൻവർ പോയാൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള എല്ലാ ധാരണയും പൊടിയും. പിന്നീട് ഒരു മടങ്ങി വരവ്, UDF-ലേക്ക് ഒരു തിരിച്ചു വരവോ അല്ലെങ്കിൽ ഒരു സീറ്റോ ഒന്നും തന്നെ PV അൻവർ പ്രതീക്ഷിക്കേണ്ടതില്ല. എന്തായാലും പക്ഷെ അങ്ങനെ എല്ലാ കാര്യങ്ങൾ പോകുന്നത് PMA സലാം വളരെ ആത്മവിശ്വാസത്തോടുകൂടി തന്നെയാണ് പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ UDF-ന്റെ ഭാഗമായി PV അൻവർ ഉണ്ടാകും എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. UDF-നൊപ്പം ഉണ്ടാകും എന്നുള്ളതാണ്. അത് സ്ഥിരീകരിക്കുകയാണ്. നമ്മൾ ഇന്നലെ നൽകിയിട്ടുള്ള വാർത്ത മുസ്ലിം ലീഗ് തന്നെ സ്ഥിരീകരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇനി PV അൻവറിന്റെ വാർത്താ സമ്മേളനമാണ്. അവിടെയാണ് നമ്മൾ പറയുന്നത് PMA സലാം അങ്ങനെ പറയുമ്പോൾ പോലും അദ്ദേഹം PV അൻവർ വാർത്താ സമ്മേളനം നടത്തട്ടെ എന്ന് പറയുന്നതിന്റെ കാര്യം PV അൻവർ ഏത് സമയവും U-ടേണിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ആ 1% സാധ്യത നിന്നുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ എങ്കിൽ പോലും UDF-നൊപ്പം ഉണ്ടാകുമെന്ന ആത്മവിശ്വാസം മുസ്ലിം ലീഗിനുണ്ട്. മുസ്ലിം ലീഗാണ് അൻവറിന് ഉറപ്പ് നൽകിയിട്ടുള്ളത്. ആ ഉറപ്പ് വിശ്വസിച്ചുകൊണ്ട് തന്നെയായിരിക്കും അൻവർ UDF-ന് വേണ്ടി പിന്തുണ പ്രഖ്യാപിക്കുക എന്നാണ് നമ്മൾ കരുതുന്നത്.
യെസ്, ഓക്കെ. PMA സലാമിന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. ലീഗിന്റെ പിന്തുണ തനിക്കൊപ്പമുണ്ടെന്ന PV അൻവറിന്റെ വാക്കുകൾ. ഒപ്പം പ്രശ്നപരിഹാരത്തിന് ലീഗ് ഇടപെടുന്നു എന്ന ന്യൂസ് മലയാളത്തിന്റെ വാർത്ത ഇപ്പോൾ ശരിവച്ചിരിക്കുകയാണ്. PMA സലാം ഇനി